ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എറണാകുളം എടപ്പള്ളി നമ്മുടെ ജെ-ട്രേഡിന്റെ റീജിയണൽ ഓഫീസിലാണുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ മാനേജർ ജിലി മാഡം, അഡ്മിനിസ്ട്രേഷൻ ഹെഡ് അജിത് സാർ, നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ഷാൻഡി സാർ ഇവിടെ ഉണ്ട് റീജിയണൽ ബിസിനസ് ഹെഡായിട്ട്. അപ്പം ജെ-ട്രേഡിന്റെ 180ഓളം ഫ്രാഞ്ചൈസികളുടെ പ്രവർത്തനങ്ങൾ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തന്നെ സെൻട്രൽ ഏരിയ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റീജിയണൽ ഓഫീസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞു, ഒരുപാട് വിശിഷ്ടാതിഥികൾ വന്നിരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ഇനി കോഴിക്കോടിനെ പോലെ തന്നെ എറണാകുളത്ത് ജെ-ട്രേഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് പദ്ധതികളും അതേപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഷാൻഡി സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഷാൻഡി സാർ ഈ ഒരു വിശിഷ്ട മുഹൂർത്തത്തിൽ പറയാനുള്ളത്? ജെ-ട്രേഡിന്റെ റീജിയണൽ ഓഫീസായിട്ട് ഇവിടെ ഇടപ്പള്ളിയിൽ നാഷണൽ പേൾ സ്റ്റാർ ബിൽഡിങ്ങിൽ ചങ്ങപ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള നാഷണൽ പേൾ സ്റ്റാർ ബിൽഡിങ്ങിൽ 3rd ഫ്ലോറിലാണ് നമ്മളുടെ പുതിയ ഓഫീസ് ഇപ്പോൾ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ജെ-ട്രേഡിൻ്റെ ഒരു സഹോദര സ്ഥാപനം അല്ലെങ്കിൽ ഒരു റീജിയണൽ ഓഫീസ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും അവർക്ക് സേവനങ്ങൾ കൊടുക്കാനും നമ്മളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനും കേരളത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ബിസിനസ് എത്തത്തക്ക രീതിയിൽ ആവശ്യക്കാർക്ക് സേവനം എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഈ പുതിയ സംരംഭം നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏവരുടെയും സഹായ സഹകരണങ്ങളും അനുഗ്രഹവും ഞങ്ങൾ അകമഴിഞ്ഞ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 7 വർഷം കൊണ്ടാണ് ജെ-ട്രേഡ് 50,000-ഓളം കസ്റ്റമേഴ്സിലേക്ക് എത്തിയതെങ്കിൽ ഇനി വരുന്ന ഓരോ വർഷവും നമ്മൾ എറണാകുളം ഓഫീസും അതേപോലെ തന്നെ ഇപ്പോഴത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ചുകൊണ്ട് വർഷത്തിൽ നമ്മൾ 50,000 കസ്റ്റമേഴ്സിനെ ഏൺ ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ എത്ര റീച്ച് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ GM എന്താണ് പറയാനുള്ളത് നോക്കാം. വളരെ സന്തോഷമുള്ള ഒരു ഒക്കേഷനിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. കാരണം ജെ-ട്രേഡിൻ്റെ യാത്രയിലുള്ള ഏറ്റവും മികച്ച ഒരു നാഴികക്കല്ലാണ് നമ്മുടെ എറണാകുളത്തെ നമ്മുടെ ആദ്യത്തെ റീജിയൻ ഓഫീസ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഇതേപോലെയുള്ള ഓഫീസുകൾ ഓപ്പൺ ചെയ്യണം എന്നാണ്. അത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജെ-ട്രേഡ് പുതിയ പുതിയ രംഗങ്ങളിലേക്കുള്ള കാൽവെപ്പ് ഓരോ സമയത്തും ആവശ്യം വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പം നമ്മുടെ ജെ-ട്രേഡ് ജോബ്സ്, നമ്മുടെ പ്രൊഫഷണൽസിൽ പോലും ജോലി ഓഫർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷം, നമുക്ക് ഡോക്ടേഴ്സിന് പോലും പ്ലേസ്മെൻറ്റ് കൊടുക്കാനും അതേപോലെ ഹോസ്പിറ്റൽസിന് ഡോക്ടേഴ്സിനെ കൊടുക്കാനും പറ്റി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. അതേപോലെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ളത് പണമാണല്ലേ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഹെഡ് അജിത് സാറ് ജെ-ട്രേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ അതുപോലെ കസ്റ്റമേഴ്സിനൊക്കെ എന്തൊക്കെ ഓഫറുകളാണ്, എന്തൊക്കെ ബെനിഫിറ്റാണ് ജെ-ട്രേഡിലൂടെ കിട്ടുന്നത്, കഴിഞ്ഞ ഈ 7 വർഷത്തെ ഒരു ജേർണിയിൽ ഒരുപാട് പേർക്ക് ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു റിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ജെ-ട്രേഡിൻ്റെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ആണെങ്കിലും ബിസിനസ് അസോസിയേറ്റുകളാണെങ്കിലും ഒരുപാട് പേർക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യം നിറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണെന്നുള്ള അപ്ഡേഷൻസ് അജിത് സാറിനോട് ചോദിക്കാം. ഇന്ന് ജെ-ട്രേഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ശരിക്കും അഭിമാനം തോന്നുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾ മാനേജ്മെൻറ്റിലെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പല കാഴ്ചപ്പാടുകളോടും കൂടി ചിത്രം വരച്ച് കൊണ്ട് ഞങ്ങൾ പറയായിരുന്നു, ഈ ഒരു ജെ-ട്രേഡ് ടൈംസ് വേണം, ജെ-ട്രേഡ് ജോബ്സ് വേണം, ഹോംസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാനൊക്കെ. ഇതെങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, ഇതിനെ നമ്മൾ ചുക്കാൻ പിടിക്കാനുണ്ടാവുക, നമ്മളൊരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമായിട്ട് ഇത് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളിടയ്ക്ക് വെക്കുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനൊക്കെ ഉത്തരം കിട്ടിക്കൊണ്ടാണ് ഇന്ന് റീജിയണൽ ഓഫീസിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയത്. ആദ്യമായി തന്നെ നമ്മൾ കോർപ്പറേറ്റ് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു 10-50 സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സോണൽ ഓഫീസ്, അതിന് എക്സ്ക്ലൂസീവ്ലി ഫോർ ബ്രാഞ്ച് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസേഴ്സ് അങ്ങനെ തുടങ്ങി. അതിനുശേഷം തിരുവനന്തപുരം കാസർഗോഡ് വരെ ഉള്ള ബ്രാഞ്ച് ഉണ്ടായിരിക്കെ ഒരു എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഫ്രാഞ്ചൈസികളെ പിന്നെ അവർക്ക് നമുക്കൊരു ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു റീജിയണൽ ഓഫീസ്
എറണാകുളത്ത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ഷാൻഡി സാറിനെ കണ്ടെത്താനും പെട്ടെന്ന് അങ്ങനത്തെയുള്ള നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാനും അങ്ങനെ ഇതുപോലെ സിറ്റി തന്നെ നല്ലൊരു ഓഫീസ് ഇടാനൊക്കെ നമുക്ക് സഹായിച്ചു. അപ്പോൾ അതൊക്കെ വലിയൊരു നേട്ടമായി കാണപ്പെടുന്നു. ഇപ്പോൾ ജയതി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജെയ്ട്രേഡ് വളരുക മാത്രമല്ല ചെയ്യുന്നത്, ജെയ്ട്രേഡിനോട് കൂടി അസോസിയേറ്റ് ചെയ്യുന്ന ആളും വളരുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്തും നമ്മൾ പഴയതും പുതിയതും ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് 5 വർഷം മുമ്പ് ജോയിൻ ചെയ്ത അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു ഇവിടുത്തെ എംപ്ലോയി ആയിക്കോട്ടെ, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അവരുടെ ഫാമിലിയിലുണ്ടായിരുന്ന ഗ്രോത്തും സമൂഹത്തിലുണ്ടായിരുന്ന അവരെ ആ ഗ്രോത്ത് നമ്മുടെ സാലറിയിൽ മാത്രമല്ല, എല്ലാവരും നല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഒക്കെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്റ്റാഫൊക്കെ പലപ്പോഴും നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ പറയും, സാറേ ഞാൻ അന്ന് വന്ന ആളല്ല, ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലായാലും പണ്ടെന്ന് കാർ അച്ചീവേഴ്സൊക്കെ ഉണ്ട്. നമ്മളെ ഷീബ മേഡമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് കാർ അച്ചീവ് ചെയ്തു. 5 വർഷം വളരെ നല്ല പെർഫോമർ ആയിക്കൊണ്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ അശ്വതി മേഡം പോലെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെപ്പോഴും എൻകറേജ് ചെയ്യുന്നതിന് മുമ്പിലാണ്. അത് തന്നെയല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 വർഷം മുമ്പ് ഒരു ലോൺ കൊടുത്ത പ്രശാന്ത് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ അടുത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ഫ്രണ്ടിന് വേണ്ടി മുദ്രാ ലോൺ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട് ബിസിനസ്? നിങ്ങളന്ന് ആ ബിസിനസ് ഞാനൊരു സംശയത്തോടു കൂടിയാണ് നിങ്ങൾ ഓഫീസിൽ വന്നത്, പക്ഷേ ഇന്ന് പിന്നെ എല്ലാവരും അറിയപ്പെടുന്ന നല്ലൊരു സൂപ്പർ മാർക്കറ്റായി എനിക്കത് ഉയർത്താൻ പറ്റും, എനിക്കത് ഇനിയും ഡെവലപ്പ് ചെയ്യണമെന്നും പിന്നെ ആ ഒരു കാര്യം ജെയ്ട്രേഡിൽ നിന്നാണ് കിട്ടിയെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്നോട് ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയതെന്നും ഇന്ന് എനിക്ക് ആരെയും ധൈര്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നു. അപ്പം എനിക്ക് അതിന് ശേഷം ഉണ്ടായ മാറ്റവും വളരെ ശ്രദ്ധേയമാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ശരിക്കും മനസ്സ് കുളിർക്കുകയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിൽ നമ്മളല്ല, നമ്മളെ സ്റ്റാഫല്ല, അതിനെ പുറമെ നമ്മൾ സർവീസ് കൊടുക്കുന്ന ഈ കസ്റ്റമേഴ്സിനും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് അറിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പം ആ ചാരിതാർത്ഥ്യത്തോടു കൂടി ഇന്ന് റീജിയണൽ ഓഫീസിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ ജെയ്ട്രേഡിൻ്റെയും റീജിയണൽ ഓഫീസിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പങ്കുവെച്ചു. കേരളത്തിലുള്ള എല്ലാ ആളുകളെയും ജെയ്ട്രേഡിൻ്റെ റീജിയണൽ ഓഫീസിൽ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ഗിഫ്റ്റും ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട്. കോഴിക്കോടിനെ തോൽപ്പിക്കാൻ പ്രവർത്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരുപടി മുന്നിലെത്താൻ പ്രവർത്തിക്കുന്ന രീതിയിലാണ് എറണാകുളം ഓഫീസിനെ ഷാൻഡി സാർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് വെൽക്കം ചെയ്യാണ്. താങ്ക് യു.